പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നു. നിങ്ങളെന്നോട് ക്ഷമിക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതായത് നമ്മൾ പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മോൻ ചത്താലും മരുമോടെ ദുഃഖം കാണണമെന്നാണ് അമ്മായിയമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു പോലാണ് ഇന്നിപ്പോൾ പുത്തങ്കാവ് പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം പുത്തങ്കാവ് പള്ളിയുടെ അകത്ത് വെള്ളം ചോരുന്നു, വടക്കേ വരാന്തയിൽ വെള്ളം നെടുക ചോരുന്നു, തിരുവേലിയുടെ കവറിൻ്റെ വെളിയിൽ മെഴുകുതിരി കത്തിക്കുന്നിടത്തെല്ലാം വെള്ളമാണ്. വെള്ളം അവിടെ ഓടിൽ കൂടെ വെളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അവിടെ വീഴുന്നത്, വരാന്തയിലാണ് വീഴുന്നത്. വരാന്തയിലെ ബെഞ്ച് മുഴുവൻ നനഞ്ഞു കിടക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ 2 പ്രാവശ്യം വീഡിയോ ഇട്ടു. അതിനെക്കുറിച്ച് ട്രസ്റ്റി ഞാനുമായിട്ട് അല്പം സംസാരമുണ്ടായി. ട്രസ്റ്റി പുരോഹിതനെ വിളിച്ചു. പുരോഹിതൻ വരാമെന്ന് പറഞ്ഞു. എന്നെ അവിടെ നിർത്തി. എന്നിട്ട് വേണ്ട, പുരോഹിതൻ വന്നോ? ഇല്ല, പുരോഹിതൻ വരത്തില്ല. എനിക്കറിയാം പുരോഹിതൻ വരത്തില്ല. പുരോഹിതൻ നല്ല അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം കള്ളം പറഞ്ഞത് ഞാൻ പൊളിച്ചതാണ്. അതുകൊണ്ട് ആൾ വരത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാനൊരു 15 മിനിറ്റ് അവിടെ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. പുരോഹിതൻ വരുമ്പോൾ പുരോഹിതനോട് വിട്ടിരിക്കുക, എന്നെ വിളിക്കുക, ഞാനിവിടെ 10 മിനിറ്റ് വരാം. എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആരും വന്നില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ ദേവാലയത്തിൽ 9 മണിക്ക് പോയി. ദേവാലയത്തിൽ ചെല്ലുന്നതിനൊരു 100 മീറ്റർ മുമ്പ് ചെന്നപ്പോഴത്തേക്ക് മഴ പതിയെ ചാറാൻ തുടങ്ങി. ഞാൻ നേരെ ചെന്ന് GMP ഹാളിൻ്റെ മുമ്പിൽ എൻ്റെ സ്കൂട്ടർ വെച്ചു. അപ്പോഴത്തേക്ക് ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങിയെങ്കിലും ഞാൻ ഓടി പള്ളിക്കകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ വീണ്ടും പള്ളിക്കകത്ത് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഉടനെയാണ് വാച്ച്മാൻ ഒരു ബക്കറ്റുമായിട്ട് വരുന്നത്. ബക്കറ്റ് കൊണ്ട് അവിടെ വെക്കുന്നത് എനിക്കറിയാമായിട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ ലീക്ക് ശരിയാക്കുന്നിടം വരെ ആ ഒരു ബക്കറ്റ് അവിടെ വെക്കുന്നില്ല? ഈ രാത്രികാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? രാത്രിയിലത്തെ വാച്ച്മാനെ പള്ളി തുറന്ന് പള്ളിക്കകത്ത് ഈ ബക്കറ്റ് വെക്കാൻ വരുമോ? ആ ബക്കറ്റ് അവിടെ തന്നെ ഇരിക്കണമായിരുന്നു. എന്തുകൊണ്ട് ഇന്ന് മഴ പെയ്ത് തുടങ്ങി, വെള്ളം കാർപ്പറ്റ് വീണ് തുടങ്ങിയപ്പോൾ വാച്ച്മാൻ ബക്കറ്റുമായിട്ട് വരഞ്ഞ് വന്നത്? ഇതേക്കുറിച്ചൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് നല്ല വാക്കേ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുത്തക്കായപ്പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പുത്തനച്ചി പൂരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞ പോലാണ് ഓരോ വർഷവും വരുന്ന ട്രസ്റ്റി സെക്രട്ടറി ഇവരെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തിനും അനുവദിക്കുന്നു പറയുന്നു, എന്തിനും അനുവദിക്കാതിരിക്കുന്നു. പള്ളിയുടെ മേൽക്കൂര പെയിൻറ്റ് ചെയ്യുന്നു, നല്ലത് കാണാൻ സൗന്ദര്യം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും വരുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നു. കാരണം എൻ്റെ കാലത്ത് ഞാൻ ഇന്നത് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ആയിക്കോട്ടെ, അത് നല്ലത് തന്നെ. എന്നാൽ ബൈബിളിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ലൂക്കോസ് 11:39 കർത്താവ് അവനോട്, പരിശുദ്ധന്മാരായ നിങ്ങൾ പാത്രങ്ങളുടെയും തളികകളുടെയും പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. അതായത് പരിശുദ്ധ ദേവാലയത്തിനകത്ത് ലീക്ക്, ദേവാലയത്തിൻ്റെ വരാന്ത മുഴുവൻ ലീക്കായി കിടക്കുന്നു. അവിടെ ഒരാൾ വീഴുകയും ചെയ്തു എന്ന് വേണ്ട. ആൾക്കാർക്ക് വെളിയിലിരിക്കുന്നവർക്ക് കാണാനുള്ള ഡിസ്പ്ലേ ബോർഡ് പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുക മാത്രമേ ചെയ്യാനുള്ളൂ. എന്നാൽ
ദേവാലയത്തിൻ്റെ വെളിയിലെ മുമ്പിലുള്ള ഗേറ്റ് നല്ല ഷൈനിങ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഇപ്പോഴും തൂത്ത് ഉടച്ചു വച്ചിരിക്കുക. കാണുന്നവർക്ക് എന്ത് സന്തോഷം. അവിടെ മുറ്റം മുഴുവൻ ടൈൽസ് ഇട്ട് ഇന്ന് ഞാൻ കണ്ടു ടൈൽസ് ശരിയാക്കാൻ മാറിയിടാനായിട്ട് ആൾ വന്നിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നു എന്നണയ്ക്കുകയും ഇതെല്ലാം ഒന്നാന്തരം കക്കൂസ് കല്ലറയെല്ലാം വെടിപ്പാക്കിയിട്ടിരിക്കുന്നു. പള്ളി നശിച്ച് നാറിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കെന്താ വേണ്ടത്? പുറംമോടി മാത്രം, പാത്രത്തിൻ്റെ പുറം മാത്രം വൃത്തിയാക്കേണ്ട മതി. അകത്തെന്തുവന്ന് ആരും അറിയുന്നില്ലല്ലോ. നരകമാണ് ആദ്യം ശുദ്ധമാകേണ്ടതെന്നാണ് ദൈവം അവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം വാശി പിടിച്ചുകൊണ്ടിരിക്കുകയും ഇതെല്ലാം ഞാൻ വീഡിയോ പിടിച്ചു വച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കാണുന്നു ഞാൻ വീഡിയോ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് നിന്നെ എല്ലാം ഞാൻ ലൈനിൽ കൊണ്ടുവരും. ദേവാലയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ദേവാലയത്തിൻ്റെ മേൽക്കൂര 250 വർഷം പഴക്കമുള്ളതാണ്. അവിടുത്തെ പട്ടികയും കൈക്കോലുമല്ല അന്നത്തെ പഴയതാണ്. ആ തടിയേൽ വെള്ളം വീണാൽ ആ തടിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈ ദരിദ്രവാസികൾക്ക് അറിയത്തില്ല. കാരണം അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. വാശി, ഞാൻ പിടിച്ചിട്ട് ജയിക്കണം, ഞാൻ പറയുന്നത് നടക്കാവൂ, ഞാൻ ചെയ്യുന്നത് അവിടെ ആൾക്കാർ സ്വീകരിക്കാവൂ. നടന്നോട്ടെ. ഇന്നും മഴ പെയ്തപ്പോൾ വടക്കേ വരാന്തയിലും എല്ലാം നിറച്ച് വെള്ളം. പുതിയ പുരോഹിതം വന്നപ്പോൾ ഒരുപാട് വലിയ പരിഷ്കാരങ്ങൾ വരുത്തി. വടക്കേ വരാന്തയിൽ മുഴുവൻ നല്ല ബെഞ്ചുകൾ തീർത്തിട്ടു. പക്ഷേ എന്ത് പ്രയോജനം? അവിടെ ആൾക്കാർക്ക് ഇരുന്ന് ദേവാലയത്തെ ശുശ്രൂഷ കാണാനുള്ള അവസരമുണ്ടോ? ഇല്ല. എന്നാൽ ഈ 2 ദിവസം ഉണക്കാനൊക്കെ ഈ ദേവാലയത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നുള്ള ലീക്ക് മാറ്റിയോ? പുരോഹിതൻ അറിയാമായിട്ടല്ല അവിടെ ലീക്കുണ്ടെന്നുള്ളത്. ഈ പുരോഹിതൻ ചോദിച്ചോ ഈ ലീക്ക് മാറ്റിയോ? അല്ലെങ്കിൽ എന്ന് മാറ്റും? എന്താ മാറ്റാൻ ചോദിച്ചു കാണത്തില്ലെന്ന് പറഞ്ഞാൽ കാണത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പുരോഹിതന് പറയാം, അവിടെ ലീക്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പുരോഹിതന് പറയാം, ട്രസ്റ്റിയോട് പറയാം, എന്ന് ഉടനെ ആളിനെ അറേഞ്ച് ചെയ്യണം. എന്ന് ഉണക്ക് കാണുന്നു, വെയിൽ കാണുന്നു, അന്ന് ആ ലീക്ക് അടച്ചിരിക്കണം. അത് നടന്നില്ല. ഇപ്പം 2 ദിവസം നല്ല വെയിലായിരുന്നു എന്നൊക്കെ ആ ദേവാലയത്തിലെ അകത്തെ വെള്ളച്ചോർച്ച നിർത്തിയിട്ടില്ല. വരാന്തയിൽ കളിവെള്ളം ഓടിക്കാവുന്ന പോലെ വെള്ളമാണ്. ഇതൊക്കെ നടക്കട്ടെ മക്കളെ, നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവീൻ. ഇത് തന്നെയാണ് ബൈബിളിൽ പല ഭാഗത്തും പലതും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടന്നേ ഒക്കുകയുള്ളൂ. നിങ്ങളും ഭരിച്ചു പോകും. എന്നാൽ നിങ്ങളെ പഴയ ട്രസ്റ്റിമാരെ പലരുടെയും കഥ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. പുത്തക്കാപ്പള്ളിയിൽ നിന്ന് ട്രസ്റ്റിമാർ പലരുടെയും പല ട്രസ്റ്റിമാരുടെയും കഥകളൊന്ന് എടുത്തു നോക്കണം. അവർക്ക് എന്ത് സംഭവിച്ചെന്ന്. അതുപോലെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും. ദേവാലയമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. നിൻ്റെയൊക്കെ വീടിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യും. പക്ഷേ ദേവാലയത്തിൻ്റെ കാര്യമായപ്പോൾ അവിടെ കിടക്കട്ടെ. ദൈവം കാണുന്നില്ല, ദൈവം ഇല്ലല്ലോ ഇവിടെ ഇപ്പോഴേ, ദൈവം കാണുന്നില്ല എന്നുള്ള ചിന്തയാണ് മക്കളെ. ദൈവം കാണുന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും ദൈവം കാണുന്നില്ല. ഇപ്പോൾ സാത്താനാണ് ഭരണം. എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പള്ളി ഭരണം പോലും സാത്താനാണ്. കാരണം പള്ളിയിൽ കുർബാന ചൊല്ലാൻ വരുന്ന പുരോഹിതന്മാർ
ഇന്നത്തെ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും രാഷ്ട്രീയം കളിച്ചിട്ടുള്ളവരാണ്. അവരത് തന്നെയാണ് ഇവിടെയും കളിക്കുന്നത്. ഇവർ ആത്മാർത്ഥ വിശ്വസ്തയോ അല്ലെങ്കിൽ വിശുദ്ധിയോ ഉള്ള പുരോഹിതന്മാർ ഇന്ന് എത്ര ഉണ്ട്? എല്ലാ വർഷവും 4-5 ഇവിടുന്ന് കുറേ കള്ളന്മാരെ ചെമ്മാറ്റന്മാരാക്കി ഇറക്കി വിടും. ഇന്ന് പുരോഹിതനാകുന്നതിന് എന്തോ മാനദണ്ഡമുള്ളത് കൽപ്പിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മനുഷ്യനെ, നേരെയുള്ള മനുഷ്യനെ നിങ്ങൾ സെലക്ട് ചെയ്ത് വിടുന്നുണ്ടോ? ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുത്താൽ ഉടനെ അവനെ പുരോഹിതനാക്കി വിടും. 4-5 സ്ഥലങ്ങളുണ്ട് സെമിനാരികൾ. അവിടെ നിന്നല്ല എല്ലാ വർഷവും അടിച്ചിറക്കുക. ഇവരെല്ലാം എവിടെ പോകുന്നു? ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടായോ? ഇവർക്കെല്ലാം സ്ഥാനം കൊടുക്കണ്ടായോ? അതിനെ ഓരോരോ ഗ്രൂപ്പുകളും ഓരോ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി ഓരോരുത്തരെ പിടിച്ച് അതിന് തലപ്പത്തിരുത്തിയിരിക്കുക. ഇപ്പോഴതാ നടക്കുന്നത് മുഴുവൻ. ഇതൊന്നും അല്ലാഞ്ഞിട്ട് ഇവരെ ഈ ചെമ്മാറ്റന്മാരായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കെട്ടും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ. കാരണം എൻ്റെ കാശ് കൊണ്ട് പോരാ, എൻ്റെ ഭാര്യയ്ക്കും കാരണ കൊടുക്കാതെ ജോലി കിട്ടും. അവളുമാരെല്ലാം എല്ലാ സ്കൂളിലും ഹൈസ്കൂളിലും മിഡിൽ സ്കൂളിലും എല്ലാം ടീച്ചേഴ്സായിട്ട് കാരണ കൊടുക്കാതെ കയറിയിരുന്ന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര പാവം പിടിച്ചവൻ്റെ പിള്ളേർ ഏത് സ്കൂൾ പഠിപ്പിക്കുന്നു? കാശ് കൊടുക്കാതെ ഏത് സ്കൂളിൽ കയറിയിട്ടുണ്ട്? നിങ്ങൾ പുരോഹിതവർഗം വിശ്വാസികളുടെ കഴുത്ത് ജനിക്കുക. പാവം പിടിച്ച വിശ്വാസികളുടെ, അല്ലാതെ പണക്കാരുടെ അടുത്ത് ചെന്നാൽ അവൻ്റെ കൈമടക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അവൻ്റെ മുന്നേ ഓച്ചാനിച്ച് നിൽക്കും. ഇപ്പോഴേ എനിക്ക് പറയാനുള്ളൂ, മക്കളെ, പാത്രത്തിൻ്റെ പുറം മാത്രം വൃത്തിയാക്കിയാൽ പോരാ, പാത്രത്തിൻ്റെ അകം കൂടെ വൃത്തിയാക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഇനിയും പുത്തൻകായ പള്ളിയുടെ ആ ലീക്ക് നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന നടപടിയെടുക്കുന്നതായിരിക്കും.